Hello, welcome back to our bridge course, day 5, lecture 5. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ മെല്ലെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയായി തുടങ്ങി. നമ്മൾ വീണ്ടും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ഇന്നലെ പഠിച്ചത് അബ്സല്യൂട്ട് അറ്റോമിക് മാസ് വരെയുള്ള പോയിന്റ് ആണ്. അതിൽ ഇന്നലത്തെ അസൈൻമെന്റിൽ കുറച്ച് തെറ്റുകൾ ചിലർ വരുത്തിയിട്ടുണ്ട്. അത് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒരു ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ മാസ് ഓഫ് വൺ അലുമിനിയം 27 ഇൻ ഗ്രാംസ് എന്നുള്ളതായിരുന്നു. ഇൻ ഗ്രാം എന്നായിരുന്നു ചോദിച്ചത്. പലരും എഴുതിയത് 27 AM. ഇത് തെറ്റൊന്നുമല്ല, പക്ഷെ ചോദിച്ചത് ഗ്രാമിൽ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ AMUനെ ഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ 27 ഇൻറ്റു 5/3 ഇൻറ്റു 10⁻²4. 3യും 27 ക്യാൻസൽ ആവും. 9 ഇൻറ്റു 5 45 ഇൻറ്റു 10⁻²4 ഗ്രാം എന്നുള്ളത്, അല്ലെങ്കിൽ 4.5 ഇൻറ്റു 10⁻23 ഗ്രാം എന്നുള്ളതാണ് ആൻസർ. കുറച്ച് പേര് അത് തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് ശ്രദ്ധിക്കുന്നു വിചാരിക്കും. ചിലര് 25 ഹീലിയം ആറ്റത്തിന്റെ മാസ് എത്ര എന്നുള്ള ചോദ്യം തെറ്റിച്ചിട്ടുണ്ട്. 25/4 ഒക്കെ എടുത്തു. മക്കളെ, ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് 4. 25 എണ്ണത്തിന്റെ മാസ് എത്രയായിരിക്കും? ഇൻറ്റു 25. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 AMU. 100 AMU is equal to 1.66 into 10⁻24 into 100. ചെയ്തിട്ടും 1.66 into 10⁻22 ഗ്രാം എന്ന് കിട്ടും. ഇതാണ് ആൻസർ. പലരും ഇതെന്ത് ചെയ്തിട്ടുണ്ട്? തെറ്റാക്കി ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. ദിസ് ഈസ് അറ്റോമിക് മാസ്. Okay. Now we are moving to the next section, molecular mass. What is molecular mass? This is atomic mass. Now we have to discuss what is molecular mass. Again, two is there, molecular mass and absolute molecular mass is there. Molecular mass, it is the mass of one molecule. Mass of one molecule, not atom. Mass of one molecule. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആറ്റത്തെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, മറിച്ച് ആരെയാണ്? മോളിക്യൂളാണ്. ഇഫ് ഐ റെഫർ ഓക്സിജൻ, ഐ ആം റെഫറിംഗ് O2, നോട്ട് ഓക്സിജൻ ആറ്റം. ഇഫ് ഐ എം റെഫറിംഗ് വാട്ടർ, ഇറ്റ് ഈസ് H2O. ഞാൻ ഏത് സബ്സ്റ്റൻസിനെ പറഞ്ഞാലും ഞാൻ റെഫർ ചെയ്യുന്നത് അതിന്റെ മോളിക്യൂളാണ്. കാരണം മോളിക്യൂൾസിന് മാത്രമേ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഉള്ളൂ, നമുക്കറിയാം. ശരിയല്ലേ? അപ്പോ ഈ പറയുന്ന മോളിക്യൂളിന്റെ മാസ് എങ്ങനെ കാണാം? അബ്സല്യൂട്ട് മോളിക്യുലർ മാസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മക്കളെ? പറഞ്ഞേ. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് വൺ മോളിക്യൂൾ. അബ്സല്യൂട്ട് അറ്റോമിക് മാസ് ഈസ് ദ മാസ് ഓഫ് വൺ ആറ്റം ആണെങ്കിൽ അബ്സല്യൂട്ട് മോളിക്യുലർ മാസ് ഈസ് ദ മാസ് ഓഫ് വൺ മോളിക്യൂൾ. എങ്ങനെ കാണും? അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് കൂട്ടും. ഇഫ് ഐ എം ടേക്കിംഗ് O2, that means it is 2 oxygen. So what will be its molecular mass? It will be 2 into atomic mass of oxygen. If I take water, this package contains 2 hydrogen and 1 oxygen. You can find the molecular mass. So we can find the molecular mass by adding the atomic mass of substance. So അതിൽ 2-3 വ്യത്യാസമുള്ള സാധനങ്ങൾ ചെയ്യണം. For problems I am giving some information. Hydrogen 1 ആണ് മാസ്, ഓക്സിജൻ 816 ആണ്, കാർബൺ 612 ആണ്, നൈട്രജൻ 714 ആണ്, സൾഫർ 1632 ആണ്, സോഡിയം 1123 ആണ്, ഇതൊക്കെ മതിയെന്ന് തോന്നുന്നു. ക്ലോറിൻ 35.5 ആണ്. ഓക്കെ, റിമെമ്പർ 35.5 ആണ്. ഇതൊക്കെയാണ് ചില ആറ്റങ്ങൾ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി molecular mass. Find the molecular mass of one. You find carbon dioxide. 2. You find calcium hydroxide. C. You find Na2 SO4. Okay. No, don't write any to SO4. You find what? C6H12O6.
you find Na2SO4 dot 10H2. Try to do these 4 questions. Q. Okay. Over. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് നടക്കുമ്പോൾ എപ്പോഴും ഒരു നോട്ടും കൂടെ കയ്യിൽ വെക്കണം, എന്നാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കേൾക്കാത്ത കുറച്ച് കുട്ടികളുണ്ടാവും. ഈ പറയുന്ന 1, 16, 12, 14, 32, 23, 35.5 ഇതൊക്കെയാണ് ഓരോ ആറ്റങ്ങളുടെയും മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ ആറ്റങ്ങളുടെ ഒരു coagulation ആണ്. So you just need to add the atomic masses of these atoms. First you take carbon dioxide. Carbon dioxide ഒരു കാർബണും 2 ഓക്സിജനും. So how will you calculate 1 carbon and 2 oxygen? What is the mass of 1 carbon? 12 into 1 plus how many oxygen? 2 oxygen. 2 into 16. So that will be equal to 32 plus 12, that is 40. Second one, calcium hydroxide, CaOH twice. So I am taking Ca, that is, Ca is not here. Ca is 40. I am sorry, I will give you the data. Ca is 40. Ca is 40 into 1 plus 2 OH. Take OH. Oxygen 16 plus 1 into 2. Because the OH is രണ്ടെണ്ണുണ്ട്, ഒരു കാൽഷ്യവും 2 OH. 40 into 1 plus the mass of OH is 16 plus 1, 17 into 2. So you will get 40 plus 34. You will get 84 is the 84. No, 40 plus 34. What happened to me? 74. തലയൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. 74 is the atomic molecular mass of calcium hydroxide.
Now you take C6H12O6. 6 into 12 plus എവിടുന്ന് 6 into 12? 6 കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് 12 ആണ്. 6 into 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 12 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. So it will be 1 into 12 പ്ലസ് എത്ര ഓക്സിജൻ? 6. ഒരു ഓക്സിജന്റെ മാസ് എത്ര? 16 into 6 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 180 കിട്ടും. അതുവരെ ഓക്കെ. ഇനി പലർക്കും സംശയം ഉണ്ടാവുന്ന ഒരാളാണ് ഈ പറയുന്നത് എത്രയാണ്? Na2SO4.NH2 ആദ്യം എടുത്തു 2 into 23, സംശയമില്ല. സൾഫർ 1 into 32 പ്ലസ് 4 into 16. ഇനി ഇത് പ്ലസ് ആണോ ഇൻഡു ആണോ എന്ന് ഒന്നുമില്ല. Na2SO4ന്റെ കൂടെ 10 വാട്ടർ മോളിക്യൂൾ കൂടെ ഉണ്ട്. 10 water molecules are associated with each Na2SO4. So the mass will be mass of Na2SO4 plus 10 mass of 10 water molecules. So you just add the mass of 10 water molecules, that is equal to 10 into 80. So total you will get 46 plus 32 plus 64 plus 180. That is 46 plus 96, 142 plus 180. You will get 342 is the molecular mass of Na2SO4. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം. ഈ പറയുന്ന പോലെ സൾഫേറ്റ് പോലെ, ഹൈഡ്രോക്സൈഡ് പോലെ, കാർബണേറ്റ് പോലെ ഒരുപാട് എണ്ണം എപ്പോഴും ഉണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ആ പറയുന്ന സ്പീഷീസുകളുടെയൊക്കെ മോളിക്കുലർ മാസ് ഇപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോട്ട് എഴുതി വെച്ചേക്ക്. Find the mass of SO4 2-. ഈ 2- മൈൻഡ് ചെയ്യണ്ട, കാരണം ഇലക്ട്രോൺ മാസ് ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Find the mass of CO3 2-, NO3-, OH-. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേ, കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. സൾഫറിന്റെ മാസ് 32, ഓക്സിജന്റെ മാസ് 16, കാർബണിന്റെ മാസ് 12, നൈട്രജന്റെ മാസ് 14, ഫൈൻ, ഹൈഡ്രജന്റെ മാസ് 1. ഇതും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ നമുക്കിനി ഭാവിയിൽ ചെയ്യുമ്പോൾ കുറെ കൂടി എളുപ്പം. ഫൈൻഡ് ഔട്ട്. Sulfate, ചെയ്താൽ 32 plus 4 into 16. You will get 96. Carbonate, 12 plus 3 into 16. 60. Nitrate, 14 plus 3 into 16. You will get 62. OH, 16 plus 1 equal to 70. This is how you calculate the molecular mass. മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ മോളിക്യൂളിലെ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ മതി. എത്ര എണ്ണം ഉണ്ടോ എത്ര ആഡ് ചെയ്യണം. ഇനി ഇങ്ങനെയൊക്കെ വരികയാണ് CuSO4 ഡോട്ട്, ഇത് റിവിഷൻ 5H2O എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം CuSO4 ഉണ്ട്, പിന്നെ ആരുണ്ട് 5 വാട്ടറും ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യുക, മോളിക്കുലാർ മാസ് കാണുന്നത് പഠിക്കുക. ഇത്രയും നമ്മുടെ ബേസിക് ടേംസുകളാണ് നമ്മൾ ലെക്ചറിൽ ഇതുവരെ ഇതാക്കിയത്. നാളെ നമുക്ക് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് മോൾ കൺസെപ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ ഷോർട്ടാണ്. കാരണം ഒരു
ചാപ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സിലബസിലുള്ള 5 മെയിൻ പോയിന്റ്സിലെ ഒരു മെയിൻ പോയിന്റ് ഇന്നത്തോടെ തീർന്നു. നാളെ തൊട്ട് വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ചാപ്റ്റർ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് മോൾ കൺസെപ്റ്റ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മോൾ കൺസെപ്റ്റ് കുറച്ച്, ഈസ് മാറ്റർ അറൗണ്ട് ഓഫ് പ്യൂർ എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ +1 ഒരുപാട് ആവശ്യമുണ്ട്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു 9th സ്റ്റാൻഡേർഡ് ആൻഡ് വിൽ സ്റ്റാർട്ട് ലേണിംഗ് 9th സ്റ്റാൻഡേർഡ് ടോപ്പിക്. അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മോൾ കൺസെപ്റ്റ് പഠിച്ച് നമ്മൾ ഇവിടെ ഇന്ന് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ലോട്ടറി ആണ്. എന്താണ്, അരമണിക്കൂർ ക്ലാസ് എക്സ്പെക്ട് ചെയ്ത് ഇന്നാകെ ഒരു 15 മിനിറ്റ് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു 15 മിനിറ്റ് നമ്മൾ എന്തും കൂടെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും. ഒരു മാത്സിൻ്റെ ട്രിക്കും കൂടെ ഇന്ന് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കെമിസ്ട്രി നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് 2 വീഡിയോ ആയിരിക്കും. തൽക്കാലം കെമിസ്ട്രിയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് ബൈ. ബാക്കി നമുക്ക് നാളെ കാണാം. താങ്ക് യു.